ഹലോ ഹായ്. ഇന്ന് എനിക്ക് അവധിയായതിനാൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എൻ്റെ വൈഫ് എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഞാനും കുഞ്ഞും എല്ലാവരും ഉണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മേടിച്ചത് ബീഫാണ്. എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമായ ബീഫ്. അങ്ങനെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ബീഫൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നമ്മളത് ബീഫൊക്കെ മേടിച്ച് നമ്മൾ മഴ തോരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മഴയൊക്കെ മാറി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബീഫ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലിട്ട് അങ്ങനെ ആദ്യം നമ്മൾ ബീഫ് ചെറുതായിട്ട് എല്ലാം നെയ്യൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 വെള്ളം നല്ലതുപോലെ വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തായിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബീഫ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ട് തയ്യാറാക്കാം. നമുക്ക് ആദ്യം തന്നെ ബീഫിലേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ഒരു 1.5 നാരങ്ങ നീര്. നമ്മളോട് 2 കിലോ ബീഫിൻ്റെ ഇതാണ് പറയുന്നത്. എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനതെല്ലാം എൻ്റെ ഒരു കണക്ക് വെച്ചാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ബീഫിലെല്ലാം ബട്ടുന്നരി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരം മസാല എല്ലാം ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. മസാല ഇട്ടപ്പോൾ ഇച്ചിരി കുറവായിപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടതാണ്. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെച്ച് മസാലയൊക്കെ പിടിപ്പിച്ച് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കും. അങ്ങനെ ഞങ്ങൾ ബീഫ് കുക്കറിലേക്ക് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള സവാളയും പച്ചമുളകും കരിവേപ്പിലയും ഒന്ന് അരിഞ്ഞെടുക്കണം. ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണം. നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച് നമുക്കത് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് നമ്മളൊരു ചരുവത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഇതിൻ്റെ ഇപ്പം ബീഫ് വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. ഇനി നമുക്കൊരു സ്റ്റൗവിലേക്ക് ഒരു ചീഞ്ചട്ടി അടിച്ച് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമ്മളുടെ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ കളറൊന്ന് മാറി വരുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്നില്ലേ ബീഫ്, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ട് നമ്മളിപ്പോൾ മൊത്തം കൂടെ ഫ്രൈ ചെയ്യുന്നില്ല, കുറേച്ച്. അതുകൊണ്ട് നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ട് നല്ലതുപോലെ പുരട്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ലതുപോലെ കൂടെ അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നല്ല ബീഫ് ഫ്രൈ നല്ല സെറ്റായി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബീഫിൻ്റെ അവസാന സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിനി ഇതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാനൊന്ന് ചെറിയ രീതി കലാപരിപാടികൾ നടത്തിയതാണ് ഈ കാണുന്നത് നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ പൊന്നൂസിനാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അവന് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ മുഖഭാഗം കണ്ടില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ ബീഫ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സ്പ്രഷൻസ് നമുക്കിപ്പോൾ കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.